أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, വിസ്ഡം യൂത്ത് എടത്തനാട്ടുകര മണ്ഡലം സമിതി സംഘടിപ്പിക്കുന്ന വിജ്ഞാന വേദിക്ക് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ജീവിതം സംതൃപ്തകരമാവാൻ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ എ.പി. മുനവ്വർ സ്വലാഹി ആണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ നിരാശ പൂണ്ട് ആത്മഹത്യയിൽ അഭയം തേടുന്ന ഒട്ടനവധി ആളുകളെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നോ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്നോ തിരിച്ചറിയാനാവാതെ ഈ അമൂല്യമായ ജീവിതത്തിന് ഒരു വിലയും നൽകാതെ കേവലം ഒരു തുള്ളി വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ ജീവിതം അവസാനിപ്പിച്ച് എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവർ, അവരെക്കുറിച്ചുള്ള വാർത്തകൾ നാം നിത്യം കേൾക്കുന്നു. ജീവിതത്തിൻ്റെ വിലയറിയാതെ ജീവിതത്തിലാകെ നിരാശ പൂണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ. ഇവിടെ സംതൃപ്തകരമായ ജീവിതം ലഭിക്കുവാൻ എന്താണ് ഒരാൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വിജ്ഞാനവേദിയിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ നാട് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു രോഗാണു ലോകത്തെ കീഴ്പ്പെടുത്തുകയും വളരെ ഉന്നതനെന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണുള്ളത്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തും വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ദീനിൻ്റെ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള വ്യത്യസ്ത കർമ്മ പദ്ധതികൾ വിസ്ഡം കൂട്ടായ്മയുടെ കീഴിൽ നടന്നു വരുന്നു. വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ ഓരോ മണ്ഡലങ്ങൾ തോറും വിജ്ഞാനവേദികൾ നടക്കുന്നു. നമ്മുടെ എടത്തനാട്ടുകര മണ്ഡലത്തിലെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ ഇതേപോലെയുള്ള വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. ഓൺലൈൻ വിജ്ഞാന സദസ്സുകളായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ സൗകര്യത്തിനും അവരുടെ സ്ഥലത്തും ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം അറിവുകൾ, വിജ്ഞാനങ്ങൾ നേടാം എന്നതാണ് ഒരു പ്രത്യേകത. ഈ ലോക്ക്ഡൗൺ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും വിജ്ഞാന സമ്പാദന രംഗത്ത് അത് നമുക്കൊരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുർആൻ പഠനത്തിൻ്റെ വേദികളായിരുന്നാലും വിജ്ഞാന വേദികളായിരുന്നാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളായിരുന്നാലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളിരിക്കുന്നിടത്തേക്ക് വിജ്ഞാനത്തിൻ്റെ വിരുന്നുകൾ എത്തുന്നു എന്നത് തീർച്ചയായും ഒരു അവസരമാണ്, സൗകര്യമാണ്. അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ഈ വിജ്ഞാനവേദികളും ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൻ്റെ യൂട്യൂബ് ചാനലായ വിസ്ഡം എടത്തനാട്ടുകര എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ്.
അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും പരമാവധി ആളുകളെ കൊണ്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈവായി തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുവാനും ഇതിൻ്റെ ലിങ്കുകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് തുടർന്നുള്ള ഓരോ വിജ്ഞാന സദസ്സുകളിലും നമ്മുടെ കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പങ്കെടുപ്പിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് ബഹുമാന്യനായ മുനവർ സ്വലാഹി അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പരിപാടി ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുനവർ സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈയൊരു കോവിഡ് സാഹചര്യത്തിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കവൻ്റെ ദീന് പഠിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഈയൊരു ഇരുത്തം, ഇതിൻ്റെ പിന്നിലെ എല്ലാ അധ്വാനവും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു ഓൺലൈനിലാണ് നാം ഇത് കാണുന്നതെങ്കിൽ പോലും സാധാരണ നാം പ്രോഗ്രാമുകളിലും ക്ലാസ്സുകളിലുമൊക്കെ ഇരിക്കുന്ന അതേ അറ്റൻഷനിലും അതേ ഉദ്ദേശത്തിലും നീയത്തിലും ശ്രദ്ധയോടെയും ഇരിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത്. അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹും ഉലുൽ അൽബാബ്. വാക്കുകൾ ശ്രദ്ധ കൊടുത്ത് കേൾക്കുക, വെറും കേൾവിയല്ല, നേരെ മറിച്ച് ഹൃദയത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടെയുള്ള കേൾവി. അത് നമുക്ക് ഗുണം ചെയ്യും. അതിലൂടെ മാത്രമാണ് സന്മാർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നത്. അതിലൂടെയാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്നത് ആമുഖത്തിൽ തന്നെ നാം ഏവരും മനസ്സിലാക്കിയിരിക്കുക. അള്ളാഹു നമ്മുടെ സമയത്തിനും നമ്മുടെ അറിവിലുമൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്വസ്ഥമാണ് നമ്മുടെ എല്ലാവരുടെയും അന്തരംഗങ്ങൾ. ഇന്ന് ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് ടെക്നോളജികൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. മുമ്പ് നാം കഴിച്ചിരുന്ന ഭക്ഷണമല്ല, വസ്ത്രമല്ല, പാർപ്പിടമല്ല, വാഹനമല്ല ഇന്ന് നാം ഉപയോഗിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ പോലും അസ്വസ്ഥതയും അസമാധാനവുമാണ് എങ്ങുമുള്ളത്. പിഞ്ചുമക്കൾ മുതൽ വലിയ ആളുകൾ വരെ സംതൃപ്തകരമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തെ, സൗഭാഗ്യകരമായ ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കിട്ടിയതിലെ കുറവാണ്, നേടിയതിലെ കുറവും പോരായ്മയുമാണ് തനിക്ക് ഈ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു സംതൃപ്തകരമായ ജീവിതം ലഭിക്കാത്തത് എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. അവർ കൂടുതൽ സമയം ധനം സമ്പാദിക്കാൻ വേണ്ടിയും മറ്റ് സൗകര്യങ്ങൾ തീർക്കാൻ വേണ്ടിയും ഒരു വേള ഉത്തരവാദിത്തങ്ങൾ പോലും മറന്നുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഉള്ളവരാകട്ടെ സമ്പത്തും അഭിവൃദ്ധിയും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉള്ളവരാകട്ടെ അവർ ഈ സാധുക്കളെക്കാളും വലിയ അസ്വസ്ഥതയിലാണ് ജീവിക്കുന്നത്. എണ്ണിപ്പറയാൻ ഒരുപാട് സമ്പാദ്യവും ഏർപ്പാടും വരുമാനവും എല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പോൾ സാധുക്കൾ പണക്കാരെ നോക്കി അവരൊക്കെ എത്ര സുഖത്തിലാണ് എന്ന് ചിന്തിക്കുന്നത് നിരർത്ഥകമാണ്. ചീറിപ്പായുന്ന വിലപിടിപ്പുള്ള കാറിൽ നിന്ന്
റോട്ടിൽ രണ്ട് കൈയിലും കുട്ടികളെ പിടിച്ച് തന്റെ മാറാപ്പുമേന്തി ഒരു ഓട്ടോ അല്ലെങ്കിൽ ബസ് കാത്തിരിക്കുന്നവളെ നോക്കിയിട്ട് ചിന്തിക്കുന്നത് ഇതൊന്നുമില്ലെങ്കിലും അവളെപ്പോലെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികാഭിവൃദ്ധി അല്ല ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കൺകുളിർമയും നിർണയിക്കുന്നത് എന്നത് നാം എല്ലാവരും തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്ന് ആസ്വദിക്കുന്നത് ഒരു വേള സ്വപ്നത്തിൽ പോലും അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെനിക്ക് വേണ്ട എന്നാണ്. കാരണം എന്റെ കൂടെ ജീവിച്ച തുൽഹയും സുബൈറും അള്ളാഹുവിന്റെ റസൂലും അനുചരന്മാരും ഒന്നും ഇത് ആസ്വദിച്ചിട്ടില്ല. അവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. അള്ളാഹുവെ, നീ എനിക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നൽകുകയാണോ എന്ന് അദ്ദേഹം പരിതപിച്ചുകൊണ്ട്, ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഭക്ഷണം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു, ഭൗതിക ഞെരുക്കത്തിലുമായിരുന്നു അവരൊക്കെ കഴിഞ്ഞുകൂടിയിരുന്നത്. പക്ഷേ അവരെല്ലാം സംതൃപ്തകരമായ ജീവിതം നയിച്ചു മടങ്ങിയവരാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലൈസൽ ഗിന അൻ കസറത്തിൽ മാൽ വലാകിനൽ ഗിന ഗിനൻ നഫ്സ്. ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളകത്തുണ്ടാകുന്നതാണ്. നമ്മളിപ്പോ ഒരു കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബലഹീനതയെക്കുറിച്ചും നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചും നമ്മുടെ വല്ലായ്മയെക്കുറിച്ചും നേടാൻ പറ്റാതെ പോയതിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചും ഒക്കെയുള്ള പരിതാപങ്ങൾ മാത്രമാണെങ്കിൽ ഈ ജീവിതം യഥാർത്ഥത്തിൽ നഷ്ടമാണ്. നമുക്ക് ഓവുചാലിൽ അല്ലെങ്കിൽ തെരുവിൽ കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന പാവങ്ങൾ, അവർക്കില്ലാത്ത സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടും വെറുതെ പലതും ആലോചിച്ചു മെനഞ്ഞു കൂട്ടിയെടുത്ത് ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റാത്ത കോലത്തിലാക്കുകയാണ് പലപ്പോഴും നമ്മൾ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഭൗതികാഭിവൃദ്ധി അല്ല ജീവിതത്തെ സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നത്. നേരെ മറിച്ച് മനസ്സിന്റെ സംതൃപ്തിയും സന്തോഷവുമാണ് എന്ന് നാം തിരിച്ചറിയണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, നാട്ടിലെ രാജാക്കന്മാർ എത്ര സുഖത്തിലും സന്തോഷത്തിലുമാണ്. അവർ ഈ നാട്ടിലെ സാധുക്കളായ വിശ്വാസികളായ നാം അനുഭവിക്കുന്ന സന്തോഷം, ഒരു വേള പരിമിതമായ ഭക്ഷണവും വരുമാനവും ജീവിത സാഹചര്യവുമാണ് അവർക്കുള്ളത്. നല്ല വാഹനമില്ല, നല്ല വസ്ത്രമില്ല, നല്ല ഉയർന്നു നിൽക്കുന്ന സൗധങ്ങളില്ല. പക്ഷേ അവരുടെ ജീവിതം സംതൃപ്തകരമാണ്, സമാധാനപൂർണമാണ്, ഐശ്വര്യപൂർണമാണ്, സൗഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മുടെ ഈ ഒരു സംതൃപ്തിയും സന്തോഷവും തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മളുമായി യുദ്ധം ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സൗഭാഗ്യവും സന്തോഷവും സംതൃപ്തി എന്ന് പറയുന്നത് ഇത്തരം ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിയിലല്ലെന്നത് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ സംതൃപ്തകരമായി ജീവിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബേസിക് ആയ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കുന്ന സുഖവും സൗഖ്യവും സന്തോഷവും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് താഴെയുള്ളവരിലേക്ക് നോക്കുക, കണ്ണില്ലാത്തവരിലേക്ക്, കാഴ്ചയില്ലാത്തവരിലേക്ക്, കൈയില്ലാത്ത കാലുകൾ നഷ്ടപ്പെട്ടു പോയവരിലേക്ക്, കിഡ്നി പേഷ്യൻസിലേക്ക്, ക്യാൻസർ രോഗികളിലേക്ക്, അങ്ങനെ യതീം മക്കളിലേക്ക്, വീടില്ലാത്തവരിലേക്ക്, വീട് ചോർന്നൊലിക്കുന്ന ടെന്റിൽ താമസിക്കുന്നവരിലേക്കും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്നൊരു വിശാലത, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ നാം നമ്മേക്കാൾ കഴിവുള്ളവരിലേക്ക്, നമ്മേക്കാൾ സ്വാധീനമുള്ളവരിലേക്ക്, നമ്മേക്കാൾ സമ്പത്തുള്ളവരിലേക്ക്, നമ്മേക്കാൾ ഐശ്വര്യമുള്ളവരിലേക്ക് ചിന്തിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകൾ
അവയെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ആ ഒരു അവസ്ഥയില്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നതാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതായി സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇതൊരു അനശ്വര ലോകമല്ല, നേരെ മറിച്ച് നശ്വര ലോകമാണ്. ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ചും ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ പരിമിതമായിക്കൊണ്ടാണ്. ഇപ്പൊ ജീവിതത്തിലെ ചെറിയ ചെറിയ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഈ അടുത്ത പത്രത്തിൽ നമ്മൾ വായിച്ചു, ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. അയാൾ നടത്തുന്ന ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുടെ കാലിന്റെ വളവ് നീർത്തുന്നതിന് വേണ്ടി ഒരു ശസ്ത്രക്രിയ നടത്തി. അത് നടത്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം ആ കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ കുടുംബക്കാർ അയാൾക്കെതിരെ കേസ് കൊടുത്തു. ചികിത്സയിലെ അമാന്ദ്യം കാരണത്താലാണ്, അശ്രദ്ധ കാരണത്താലാണ് ഇത് ഉണ്ടായതെന്ന് ആരോപിച്ചുകൊണ്ട് അവര് അയാൾക്കെതിരെ കേസ് കൊടുത്തു. ആ കേസും ആ ഒരു പ്രതികൂലതയും ആ ഒരു പ്രതിസന്ധിയെയും നേരിടാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രയാസങ്ങളും ചീത്തയും ഒക്കെ ഭയങ്കര വിഷമം തന്നെയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാക്കുക. പക്ഷെ അതിന് നമ്മുടെ ജീവിതം നശിപ്പിക്കലാണോ പരിഹാരം? ഒരു പരാജയത്തിന് ജീവിതം വേണ്ടെന്ന് വെക്കലാണോ പരിഹാരം? ഒരു കടക്കണിക്ക് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഒരു പ്രതികൂലതയ്ക്ക് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കലാണോ പരിഹാരം? ഒരിക്കലും അത് പരിഹാരമല്ല. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചത് വളരെ പരിമിതമായ കാര്യമാണ്. ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ഹദീസിലൊക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനൊരു കൊതുകിന്റെ ചിറകിന്റെ വില കൊടുത്തിരുന്നുവെങ്കിൽ മാ സഖ കാഫിറൻ ശുർബത മാഇൻ, ഒരു കാഫിറും ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് കുടിക്കുമായിരുന്നില്ല എന്നാണ്. അത്രയും നിസാരമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത്. മദീനത്തെ അങ്ങാടിയിലൂടെ പ്രവാചകൻ സ്വഹാബത്തിന്റെ കൂടെ നടന്ന് നീങ്ങുമ്പോൾ ഒരാൾ ചത്ത ആടിനെയും വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ആർക്കാണ് ഇതിന് ചില്ലറ നാണയത്തിന് വേണ്ടതെന്ന് ചോദിക്കാൻ. നബി ആർക്കതിന് വേണം? ജീവണ്ടെങ്കിൽ തന്നെ വേണ്ട, കാരണം വൈകല്യമുണ്ടതിന്. മാത്രമല്ല ആൾറെഡി ഇത് ചത്തുപോയിട്ടുമുണ്ട്, പിന്നെ ആർക്കാണ് അതിന് വേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കും ഇതിന് വേണ്ടേന്ന്. ആരും വേണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഈ ചത്ത ആടിന് നിങ്ങൾ കൊടുക്കുന്ന വില പോലും ഈ ദുനിയാവ് ഞാൻ കൊടുക്കുന്നില്ല. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാണ് ഈ ദുനിയാവ്. ബാക്കി പരന്നു കിടക്കുന്ന വെള്ളം മുഴുവൻ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് ജീവിക്കാനുള്ള ആയുഷ്കാലമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു പരിപൂർണ സംതൃപ്തിയും ആസ്വാദനവും നമുക്കിവിടെ ഇല്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ നമുക്കിവിടെ നിർവാഹമുള്ളൂ. പരിപൂർണ സംതൃപ്തി അത് പരലോകത്താണ്. വിശുദ്ധ പറഞ്ഞ ഈശത്തു റാദിയ എന്ന് പറഞ്ഞത് രണ്ട് സ്ഥലത്താണ്. ഒന്ന്, ആരുടെ തുലാസ് നാളെ പരലോകത്ത് കനം തൂങ്ങുന്നുവോ അവന് സംതൃപ്തകരമായ ജീവിതമുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ആരുടെ വലത് കൈയിൽ കിതാബ് നൽകപ്പെട്ടുവോ അവന്റെ വിചാരണ എളുപ്പമായിരിക്കും. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞത്, അവൻ തന്റെ കിതാബ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയും, എന്റെ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇന്നി ظننت أني ملاق حسابيا فهو في عيشة راضية. അവൻ പറയും, ഇതുപോലത്തെ വിചാരണ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതിനാൽ തന്നെ അവന് സംതൃപ്തകരമായ ജീവിതമുണ്ട്. അപ്പൊ രണ്ടും പരലോകത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ ആ പരലോകത്തേക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ അള്ളാഹു അതിന്റെ ഒരു ബർക്കത്ത് എന്നോണം, അതിന്റെ ഒരു ഖൈർ എന്നോണം നമുക്ക് ഈ ദുനിയാവിലും സ്വസ്ഥകരമായ ജീവിതം പ്രദാനം ചെയ്യും.
അപ്പൊ ദുനിയാവ് നമുക്ക് താൽക്കാലികമാണെങ്കിൽ പോലും ദുനിയാവ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നില്ല. ഒരാൾക്ക് വെറും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി തന്നെ കഴിച്ചു കൂട്ടുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? അള്ളാഹു, ഈ ദുനിയാവിൽ നീ എന്നെ എങ്ങനെ പരീക്ഷിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പരലോകത്ത് നിന്നെ പരീക്ഷിക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ചോദ്യകർത്താവ് പറയാണ്, താങ്കൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. താങ്കൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അങ്ങനെയാണ് താങ്കൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, ഈ ദുനിയാവിലും പരലോകത്തും എനിക്ക് നീ ഹസനത്ത് നൽകണമേ, അതോടൊപ്പം കത്തിജ്വലിക്കുന്ന നരകം, അതാണ് ഏറ്റവും വലിയ വിപത്ത്, അതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈമാനും നമ്മുടെ അമലും നമ്മുടെ അകത്തളത്തിലുള്ള ഈ ദുനിയാവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തകരമായ ജീവിതം, സമാധാനപൂർണമായ ജീവിതം ഇവിടെ ലഭിക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ വരുമാനം, നമ്മുടെ ഇടപെടുന്ന മേഖലകൾ, ഇവിടെയെല്ലാം നമുക്കൊരു ഖൈറും ബർക്കത്തും വേണം. അതിന് ഏറ്റവും പ്രധാനമായി നാം വിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള വിശ്വാസം നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഖൈറും ഷർറും നിറഞ്ഞതാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വരുമ്പോ നമുക്ക് നമ്മുടെ വിശ്വാസം കൊണ്ടാണ് അതിനെ തരണം ചെയ്യാൻ പറ്റേണ്ടത്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈനബ്, അള്ളാഹ് നൽകിയതും അള്ളാഹ് തിരിച്ചെടുത്തതും അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ അള്ളാഹ് അൽ മാലിക്, യാതൊരു അതിരുമില്ലാതെ ഉടമസ്ഥപ്പെടുത്തിയവനാണ് എന്ന ആ വിശ്വാസം ജീവിതത്തിൽ തനിക്ക് നേരിട്ട ഒരു സന്താന നഷ്ടം, അതിനെ തരണം ചെയ്യാനുള്ള പവറാണ് പ്രദാനം ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാർ, ആൺകുട്ടികളെല്ലാം മരിച്ചു. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അതും പ്രവാചകനെതിരെയുള്ള ഒരു അമ്പായിട്ടാണ് അവർ ഉപയോഗിച്ചത്. പ്രവാചകന്റെ മകൻ ഇബ്രാഹിം തന്റെ മടിയിൽ മരിച്ചു കിടക്കുമ്പോൾ കണ്ണു നിറക്കുന്നത് കണ്ട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ കരയുകയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണുകൾ നിറയും, ഹൃദയം ഗദ്ഗദമാകും. എന്നാലും നമ്മുടെ റബ്ബിനെ മാ നഖൂൽ ഇല്ലാ അൻ യർദ റബ്ബുന, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്തൊരു വാക്കും ഈ നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്നാണ്. നോക്കൂ, നമ്മുടെ മുൻഗാമികൾക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവരെല്ലാം തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തി ഉള്ള ജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റി. എന്തുകൊണ്ട്? അത് പരലോകത്തെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവന് പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്താ ദുനിയാവിലെ സ്വർഗം? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണലി നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കളങ്കമില്ലാത്തതാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം, വിശ്വസിക്കണമെന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം, ഇതെല്ലാം പഠിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും സമാധാനവും സ്വസ്ഥതയും തുല്യതയില്ലാത്തതാണ്. നമുക്ക് 30 കൊല്ലം രോഗത്തിൽ അമർന്നു കിടന്ന സഹാബി, അദ്ദേഹം പറയാം, എൻ്റെ റബ്ബ് എനിക്ക് എന്ത് നൽകിയാലും ഞാൻ സന്തോഷത്തോടെ തൃപ്തിയോടെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പൊ വിശ്വാസത്തിന് അത്ര വലിയൊരു പവറുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതം സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാവുക എന്നുള്ളതാണ്. ഈമാനും അമലു സ്വാലിഹത്തും ചേർത്തു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അവന് നല്ല ജീവിതം തരാമെന്നാണ് അള്ളാഹു പറയുന്നത്. നല്ല ജീവിതം തരാമെന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മുഫസ്സിറുകൾ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വലിയൊരു വാഗ്ദാനമാണ്.
ആർ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽപ്രവർത്തനങ്ങളിലൂടെ കഴിച്ചു കൂട്ടുന്നുവോ, വിശ്വാസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്, ഒരു അടയാളമാണ്, ഒരു സിമ്പലാണ് യഥാർത്ഥത്തിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുക എന്നുള്ളത്. വിശ്വാസം നാവുകൊണ്ട് ഉരിയാടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ജവാരിഹ്, നമ്മുടെ അവയവങ്ങൾ അത് തെളിയിക്കണം. അത് തെളിയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹ് പറയാ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, നല്ല ജീവിതം തരാം. മനസ്സിലായില്ലേ? ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. തീർച്ചയായും എന്നിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക്, എൻ്റെ പ്രവാചകന്മാർക്ക് ഞാൻ സഹായം നൽകുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. എവിടൊക്കെ? ദുനിയാവിലും പരലോകത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സആദത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സംതൃപ്തിയുടെ, നല്ല ഒരു ജീവിതത്തിന്റെ, മനസ്സിന്റെ കുളിർമയുടെ എല്ലാം കാരണം ഈമാനാണ്. മനസ്സിലല്ലേ? ഈമാനാണ്. തഫ്സീർ അൽ ബഖറയുടെ തുടക്കത്തിൽ ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സആദത്തിന്റെ, സൗഭാഗ്യത്തിന്റെ അടയാളമാണ് ആകാശത്തുള്ളവനിൽ വിശ്വസിക്കേണ്ട, അതായത് ഗൈബിയായ, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം ദൃഢമാക്കുക എന്നതും തൻ്റെ അടിമകൾക്ക് നൽകാനുള്ള ഭാഗങ്ങൾ നൽകുക എന്ന രണ്ട് കാര്യം, ഇവ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കുക എന്നതും സൗഭാഗ്യത്തിന്റെ കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസം കളങ്കമില്ലാത്തതാക്കി നാം സൽപ്രവർത്തനങ്ങളിൽ മുഴുകുക. തഫർറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ മുഴുകണം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ, കണ്ണുകളിൽ ധന്യത നിറക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖർ നിങ്ങൾ തൊട്ട് ഇല്ലാതാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു കാര്യമാണ്. അതിനാൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാം. പ്രവാചകന്റെ മറ്റൊരു ഹദീസ് കാണാം, ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ഖദ് അഫ്ലഹ മൻ അസ്ലം, അല്ലാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിം അവൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ കഫാഫൻ, വളരെ പരിമിതമായ ഭക്ഷണമാണ് അവന്റെ വീട്ടിൽ കഴിക്കാനുള്ളത്. കഫാഫ്, ഒരു താൽക്കാലിക വിഭവം മാത്രം. പക്ഷേ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയതിൽ അവൻ പരിപൂർണ സംതൃപ്തനാണ്. അവൻ എപ്പോഴും അയൽപ്പക്കത്തേക്ക് നോക്കിയിട്ട്, അവരുടെ വീട് നോക്കിയിട്ട്, അവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട്, അവരുടെ നേട്ടങ്ങൾ നോക്കിയിട്ട്, അവരുടെ മക്കളുടെ ഉയർച്ചകൾ നോക്കിയിട്ട് നമ്മുടേതെല്ലാം നിസാരമായി കാണുന്ന അവസ്ഥയില്ല. നേരെ മറിച്ച് ഉള്ളതിൽ അല്ലാഹ് അവർക്ക് സംതൃപ്തി കൊടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹ്ക്ക് പരിപൂർണമായിട്ട് നമ്മൾ കീഴൊതുങ്ങി നമുക്ക് കിട്ടിയതിൽ തൃപ്തിയടഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ അതിന് കിട്ടുന്നൊരു ആസ്വാദനം വേറെ തന്നെയാണ് എന്നത് നാം ഏവരും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന, നോമ്പ് കൃത്യമായി നിലനിർത്തുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ എടുക്കുന്ന, പ്രാർത്ഥനകൾ ഉരുവിടുന്ന, അല്ലെ, അങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു വീടിനും, ആ ഒരു കുടുംബത്തിനും, ആ ഒരു വ്യക്തിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സന്തോഷവും സംതൃപ്തി ഉണ്ടാവും. നോക്കൂ, നമസ്കാരത്തേക്കാൾ ഏറ്റവും ഉന്നതമായ മറ്റെന്താണുള്ളത്? ഒരു സംതൃപ്തിക്ക്, മാനസിക സംതൃപ്തിക്ക് നമസ്കാരത്തെക്കാൾ മറ്റേതാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാ നിലക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രവാചകരെ, താങ്കൾക്ക് നാം ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. പരലോകത്ത് താങ്കൾക്ക് നാം കൗസറും നൽകും, ഹൗദുൽ കൗസറും നൽകും. അതിനാൽ ശത്രുക്കളുടെ ആരോപണങ്ങൾ നിങ്ങൾ തളരേണ്ട. താങ്കൾ എന്ത് ചെയ്യണം? ഫസല്ലി ലിറബ്ബിക വൻഹർ, താങ്കൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണം, താങ്കൾ ബലിയർപ്പിക്കണം. റസൂൽ പറയുന്നത്, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു. നമസ്കാരം നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ബർക്കത്തും ഒരു ജീവിതത്തിലെ എല്ലാറ്റിനും റാഹത്തും കിട്ടാനുള്ളൊരു ഉപാധിയാണ്. നമസ്കാരം മനസ്സിന്റെ സാന്നിധ്യത്തോടെ, ഭയഭക്തിയോടെ, താല്പര്യത്തോടെ, ഇഖ്ലാസോടെ നാം നിർവഹിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കാം. നമ്മുടെ ദുഃഖങ്ങളെല്ലാം അള്ളാഹിനോട് പറയാൻ പറ്റിയ നല്ലൊരു അവസരമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇബാദത്തിൽ ഏറ്റവും മുൻഗണനയിൽ, ഉന്നതിയിൽ നിൽക്കുന്ന നമസ്കാരം. അതുപോലെ തന്നെ ഖുർആനിന്റെ പാരായണം, അതിൻ്റെ പഠനം,
അല്ലേ? നമ്മുടെ വീട്ടിൽ ഖുർആൻ പഠനവും ഖുർആന്റെ കേൾവിയും, അല്ലേ? നമ്മുടെ മക്കള് CRE ഖുർആൻ പഠിക്കുന്നു, നമ്മളെല്ലാവരും QHLS പഠിക്കുന്നു, ഇതുപോലത്തെ ക്ലാസ്സുകൾ പഠിക്കുന്നു, പീസ് റേഡിയോ 500 കേൾക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ മറ്റു പല കോഴ്സുകളിൽ നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ചേരുന്നു. അതിൻ്റെ ഒരു റാഹത്ത് വേറെ തന്നെയാണ്. ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അള്ളാഹിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു ഉത്ബോധനം വന്നെത്തിയിരിക്കുന്നു. അത് ഹൃദയത്തിനുള്ള ശമനമാണ്. നിങ്ങൾ എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടാകട്ടെ, എത്ര വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകട്ടെ, നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഒരു അർത്ഥം, തഫ്സീർ ഒന്ന് കേൾക്കുകയോ ഒന്ന് വായിക്കുകയോ ഒക്കെ ചെയ്താൽ സമാധാനവും സ്വസ്ഥതയും കൺകുളിർമയും സൗഭാഗ്യവും നമ്മിലേക്ക് വരും. അൽ-കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വഹാബിയുടെ അടുക്കലേക്ക് ഇങ്ങനെ ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ കണക്കെയുള്ള പ്രകാശം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാര്യം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സക്കീനത്താണ്, സമാധാനം ഇറങ്ങാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ ഖുർആന്റെ പാരായണം, നമസ്കാരം, ഐച്ഛികമായ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ നോമ്പ്, ദിക്റുകൾ അല്ലേ? ദിക്ർ എന്നുള്ളത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എടുക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം. നമ്മുടെ വീട്ടിൽ വന്നാൽ ഒരു അള്ളാഹുവിന് ദിക്ർ എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ദീനി ചുറ്റുപാട്, അല്ലെ? അദ്കാറുകൾ, പ്രാർത്ഥനകൾ ഒക്കെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലെല്ലാം പതിപ്പിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വീട്, അള്ളാഹിനെ സ്മരിക്കുന്ന ഒരു ഹൃദയം അതുണ്ടെങ്കിൽ സൗഭാഗ്യമാണ്, അല്ലെ? സൗഭാഗ്യത്തിന്റെ അടയാളമാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ്. അതുകൊണ്ട് നമ്മൾ അത്തരം ഇബാദത്തുകളെല്ലാം, എന്തൊക്കെയുണ്ടോ ഇബാദത്തുകൾ, അതിലെല്ലാം വ്യാപൃതമാവുക. നമുക്ക് സമ്പാദിക്കണ പണം നമ്മൾ മാത്രം ഉപയോഗിക്കുന്നതിന്റെ അപ്പുറത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക. ആർ നൽകാൻ പറ്റുന്നതൊക്കെ നൽകുന്നുവോ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുവോ, ഖുർആനിനെയും ലാ ഇലാഹ ഇല്ലല്ലഹയും സത്യപ്പെടുത്തുന്നുവോ, അവന്റെ എല്ലാം അള്ളാഹ് എളുപ്പമാക്കി കൊടുക്കും. എളുപ്പത്തിലേക്ക് അള്ളാഹ് എളുപ്പം കൊടുക്കുന്ന. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണമൊക്കെ കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, എന്തെല്ലാം ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവരെ സഹായിച്ചും അവരെ പരിഗണിച്ചും അവരെ ഭക്ഷിപ്പിച്ചും ഒക്കെ നമുക്ക് ജീവിതത്തെ ആസ്വാദ്യകരമാക്കി മുന്നോട്ട് പോകാൻ പറ്റും. നോക്കൂ, ഭരണത്തിൽ കയറിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പോൾ മകൾ, വിധവയായ സ്ത്രീയുടെ മകള് പറയുകയാണ്, ഉമ്മ, ഇനി ആരാണ് നമ്മുടെ ആടിനെ കറക്കാൻ ഉണ്ടാവുക? അബൂബക്കർ ഖലീഫയായില്ലേ എന്നാണ് പറയുന്നത്. ഈ വാർത്ത കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഇതുവരെ ആരാണോ നിങ്ങൾക്ക് പാല് കറന്നു തന്നത്, ഇതുവരെ ആരാണോ നിങ്ങളുടെ വീട്ടിൽ വെള്ളം എത്തിച്ചത്, അയാൾ തന്നെ അത് ചെയ്യും. ഖലീഫയായിരുന്നിട്ട് പോലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലാണ് ആസ്വാദനം കണ്ടെത്തിയത്. നമ്മൾ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് വെറുതെ ആലോചിച്ചു മെരിയുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഗുണപ്രദമായ കാര്യങ്ങളിൽ നാം വ്യാപൃതമായി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. വെറും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ ഇല്ലായ്മകളെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നീങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ ദുനിയാവിനും നമ്മുടെ ആഖിറത്തിനും നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളിൽ നാം വ്യാപൃതമാകുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതം സൗഭാഗ്യകരമാവുക. എത്ര കാലം നാം ജീവിക്കുന്നു എന്നതല്ല, ജീവിച്ച കാലഘട്ടം നമുക്ക് എത്രത്തോളം നന്മകൾ ചെയ്യാൻ സാധ്യമായി എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് യുവത്വവും അതുപോലെ തന്നെ നമ്മുടെ കൗമാരപ്രായവും ഒക്കെ എന്ന് പറയുന്നത് കുറെ പഠിക്കാനും കുറെ പ്രവർത്തിക്കാനും കുറേയൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. ആ നിലക്ക് തന്നെ നമ്മൾ ആ ഒരു സീസണെ ഉപയോഗിക്കണം. വാർദ്ധക്യത്തിലെത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ജമാഅത്തിന് പങ്കെടുക്കാനോ രാത്രി നമസ്കരിക്കാനോ സുന്നത്ത് നോമ്പുകൾ എടുക്കാനോ ഇതിനൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു സന്തോഷകരമായ, ഒരു സംതൃപ്തകരമായ ഒരു ജീവിതം, അത് പരിപൂർണമായിട്ടല്ല, ഒരു ഉള്ളതിലുള്ളൊരു ആസ്വാദനവും സ്വസ്ഥതയും ഒക്കെ കിട്ടാൻ നമ്മൾ ഈ ഒരു ദീനിയായ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിക്കുകയെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ അല്ല നടക്കുന്നത് എന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് റബ്ബിൽ തവക്കുലാക്കുക. മൻ യതവക്കല അലല്ലാഹ് ഫഹുവ ഹസ്ബു. അല്ലാഹുവിൽ ആർ തവക്കുലാക്കി അവന് അല്ലാഹ് മദീന. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനസ്സിന്റെ സന്തോഷം കുടികൊള്ളുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിലാണ്. അസൂയയില്ലാത്ത, പകയില്ലാത്ത, അമർഷങ്ങളില്ലാത്ത, വേണ്ടാത്ത ചിന്തകളില്ലാത്ത
വേണ്ടാത്ത കാര്യങ്ങളാൽ തിന്മകളാൽ കറ പിടിക്കാത്ത ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ അവയവങ്ങളെയും നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. തഖ്വ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തഖ്വയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് സമ്പത്തുണ്ടോ? നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആണിന് സൗന്ദര്യമുണ്ടോ? വലിയ ക്രെഡിറ്റ് ഉണ്ടോ? സ്വാധീനമുണ്ടോ? ഇതൊന്നും അല്ല പ്രധാനം. അയാൾക്ക് തഖ്വയുണ്ടോ? അവൾക്ക് തഖ്വയുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനം. തഖ്വയാണ് എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. മുത്തഖിക്ക് നൽകിയ ഓഫർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിലെ മാത്രം ഫവായിദു തഖ്വ, തഖ്വയുടെ നേട്ടങ്ങൾ എണ്ണിയപ്പോൾ 117 ഓഫറുകളാണ് അല്ലാഹു മുത്തഖികൾക്ക് കൊടുത്തിട്ടുള്ളത്. അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കും, അവരുടെ പ്രയാസങ്ങൾ അത് നീക്കിക്കൊടുക്കും, അവർക്ക് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും ബർക്കത്തിറക്കി കൊടുക്കും, അവർക്ക് അല്ലാഹു സംരക്ഷണമേകും, അല്ലാഹു അവരുടെ കൂടെയുണ്ട്, അല്ലാഹ്ക്ക് അവരെ ഇഷ്ടമാണ് എന്നിത്യാദി തുടങ്ങി അവർക്ക് ഒരുപാട് പ്രതിഫലം കൊടുക്കും, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവർക്ക് അല്ലാഹു സുരക്ഷ നൽകും, അവർക്ക് അല്ലാഹു ഭൂമിയിൽ അസ്തിത്വം കൊടുക്കും, അവർക്ക് അല്ലാഹു എല്ലാറ്റിലും ബർക്കത്ത് കൊടുക്കും. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം. ഇനി സ്വർഗമാർക്കാം തഖ്വ പാലിക്കുന്നവർക്കാണ് സ്വർഗം ഒരുക്കി വെച്ചത്. സ്വർഗം മുത്തഖികൾക്ക് വേണ്ടി അല്ലാഹ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തഖ്വയുള്ള ഒരു ജീവിതം നയിക്കുക. തെറ്റുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഒരു സെൽഫോൺ നമ്മുടെ കയ്യിലെടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അറിയാതെ നാം കണ്ടുപോവുകയോ ബോധപൂർവമായി നാം സെർച്ച് ചെയ്ത് അത് കണ്ട് ആസ്വദിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, പക്ഷെ നമ്മുടെ വരുമാനം ഹലാലായ മാർഗത്തിലാകണമെന്നത് നിർബന്ധമാണ്. ഞങ്ങൾ പട്ടിണി കടന്നോളാം നബിയെ, സ്വഹാബി വനിതമാർ ഭർത്താക്കന്മാർ, ഞങ്ങൾ പട്ടിണി കടന്നോളാം, പക്ഷെ നിങ്ങൾ ഹറാമായത് കൊണ്ടുവരല്ലേ, കാരണം തീ തിന്നാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ എല്ലാറ്റിലും, അല്ലെ? രണ്ടുപേരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മറ്റൊരുത്തന്റെ പോരായ്മകൾ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹിനെ സൂക്ഷിക്കണം. മറ്റൊരുത്തന്റെ ചില്ലറ നാണയം നമ്മിലേക്ക് നമ്മൾ കടത്താൻ ശ്രമിക്കുമ്പോൾ അള്ളാഹിനെ സൂക്ഷിക്കണം. നമുക്കൊരു വീട് വേണം, നമുക്ക് സ്വത്ത് വേണം, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു വഴിയിലൂടെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? കച്ചവടം ചെയ്തിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയിലും ഇത്തഖില്ലാഹ് ഹൈസുമാ കുന്ത്, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന പ്രവാചകന്റെ ഉപദേശം. യാത്രാ സംഘം പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടന്നിട്ട് കൊടുത്ത ഉപദേശം ഇത്തഖില്ലാഹ്. യുദ്ധസംഘം പുറപ്പെടുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെരുപ്പിടാതെ യാത്രാ സംഘത്തിന്റെ കൂടെ പോയിട്ട് കുറേ ദൂരം വരെ ഉപദേശങ്ങൾ കൊടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അള്ളാനെ ഭയപ്പെടണം. അതുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ സആദത്ത് വരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹ് ഉപജീവനം കൊടുക്കുന്നവരാണ്. യജഅൽ ലഹു മിൻ അംരി യുസ്റ, നമ്മൾ എന്തിനാ വെറുതെ ആശങ്കപ്പെടണം? നമ്മൾ എന്തിനാ ഭയപ്പെടണത്? ഇവിടെ ഒരു ചുക്കും പേടിക്കാനല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? നാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ, നാം അള്ളാഹുവിന്റെ പ്രീതി നേടുന്ന ആളുകളാണെങ്കിൽ ഒരുത്തനെയും ഇവിടെ ഭയപ്പെടാതെ, ഒന്നും പേടിക്കാതെ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. തഖ്വ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിയ അൻത ഖൈറു മൻ സക്കഹ വലിയ അൻത മൗലാഹ തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകാനുള്ള ഒരു സബബാണ് ഇസ്തിഗ്ഫാറിനെയും തൗബയെയും നമ്മൾ വർദ്ധിപ്പിക്കുക. അത് നമ്മിലേക്ക് ബർക്കത്തും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഇറക്കും എന്നുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ അല്ലാഹുവിലേക്ക്, എന്നാൽ ആകാശത്ത് നിങ്ങൾക്ക് സമൃദ്ധി ഇറങ്ങും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ സന്താനങ്ങളിലും അല്ലാഹു നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. നിങ്ങൾക്ക് തോട്ടങ്ങളും ധാന്യങ്ങളും
ജലസംഭരണികളും അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മൾ തൗബയും ഇസ്തിഗ്ഫാറും നടത്തുന്ന ഒരു ജീവിതം, അതോടൊപ്പം തന്നെ പരലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. മുൻകാനത്തിൽ ആഖിറത്തു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ആരുടെയെങ്കിലും ജീവിതത്തിന്റെ ലക്ഷ്യം ആഖിറമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും, നമ്മൾ എന്ത് ഇടപെടുമ്പോഴും, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഈവൻ നമ്മൾ ഭൗതികമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും നമുക്ക് പാരത്രികമായിട്ടുള്ള സംഗതികൾ ഉദ്ദേശിക്കാം. പ്രവാചകൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വന്തം മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. മക്കൾ ഉമ്മയും ഉപ്പയും അനുസരിക്കേണ്ടി വരും, അവർ പറയുന്ന ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ നല്ലൊരു നീയത്തുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്നതൊക്കെ ജിഹാദാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ആഖിറം ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല സൗഭാഗ്യകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗഭാഗ്യത്തിന്റെ അടയാളമായിട്ട് പറഞ്ഞതാണ് നല്ലൊരു ഇണ, ദീനി ബോധമുള്ളൊരു ഇണ. അപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, ഞാനൊരു ഇണയാണ്, എനിക്കൊരു ഇണയുണ്ട്, അല്ലെ? നമ്മളൊക്കെ ഓരോ ഇണകളാണ്. ആ ഇണ ഒരു ദീനി ബോധമുള്ളയാളാണെങ്കിൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. അലാമത്തു സആദയായിട്ട് പ്രവാചകൻ പറഞ്ഞ മർഅത്തുൻ സ്വാലിഹ, നല്ലൊരു സ്ത്രീ, നല്ലൊരു ദീനീ ബോധമുള്ള ഒരു സ്ത്രീയായി സഹോദരിമാരെ നമുക്ക് മാറാൻ പറ്റിയാൽ അതൊരു സൗഭാഗ്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് നല്ലൊരു ദീനുള്ളൊരു ഇണയെ കിട്ടിയാൽ അതൊരു സൗഭാഗ്യമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലൊരു വീട്, നല്ലൊരു വീട് പറഞ്ഞാൽ വലിയ കൊട്ടാരം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് അള്ളാഹിന്റെ ദിക്റെടുത്തും ശുക്റെടുത്തും ജീവിക്കാൻ പറ്റിയ നല്ല ഭൗതിക അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു വീട്, അതുണ്ടെങ്കിൽ അത് സൗഭാഗ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പറ്റിയ ഒരു വാഹനം, നല്ല സൽസ്വഭാവികളായ അയൽവാസികൾ, ഇത് സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇത്തരം ഒരു സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. നമ്മൾ പിന്നെ ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം, നമുക്കുണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങൾ, നമുക്കുണ്ടായിരിക്കേണ്ട ശീലങ്ങൾ, നമുക്കുണ്ടായിരിക്കേണ്ട വിശുദ്ധി, അത് നാം ഉറപ്പിക്കുക. അതോടൊപ്പം നല്ലൊരു കുടുംബം, നല്ലൊരു സ്വസ്ഥതയും കൺകുളിർമയുള്ളൊരു കുടുംബം കിട്ടാൻ നമ്മുടെ എല്ലാറ്റിലും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു വാങ്ങുക എന്നുള്ളതാണ്. സക്കരിയ നബി തല നരച്ച് പ്രായാധിക്യം എത്തിയിട്ടും അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. എന്നിട്ട് എണ്ണി പറയാം, അള്ളാഹ്ക്ക് അറിയാലോ മുടി നരച്ചതും പ്രായമായതൊക്കെ, ഭാര്യ വന്ധ്യയാണെന്നൊക്കെ അറിയാം. എന്നിട്ടും അതൊക്കെ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അള്ളാഹുവേ നിന്റെ അടുക്കൽ നിന്ന് നല്ല ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ. അപ്പൊ നമ്മുടെ സങ്കടങ്ങളാകട്ടെ, നമ്മുടെ ആവശ്യങ്ങളാകട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ എൻ്റെ ഇണകളിലും എൻ്റെ മക്കളിലും എനിക്ക് കൺകുളിർമ നൽകണേ. നമുക്ക് അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയാം. എത്ര ആളുകൾ മനസ്സറിഞ്ഞത് പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾക്കറിയാത്തൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് എന്താ അറിയാം? മക്കൾ ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തി നേടിയെടുത്ത് അവരുടെ പ്രാർത്ഥനകൾ കിട്ടിയാൽ തന്നെ ഉന്നതങ്ങളിലെത്തും അവർ. ഷെയ്ഖ് സുദൈസ് ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ തൻ്റെ കൊച്ചുകാലത്ത് താൻ കാണിച്ചൊരു വികൃതി, അന്ന് ദേഷ്യം പിടിച്ച ഉമ്മ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക, അല്ലാഹു എൻ്റെ മകനെ നീ ഹറമിലെ ഇമാമാക്കണേ. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഹറമിലെ ഇമാമായത് എന്ന് പറയുമ്പോൾ ഈ സീക്രട്ട് മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മക്കൾ ഒരിക്കലും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയോ അവരെ പ്രയാസപ്പെടുത്തുകയോ അവർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ശുണ്ടി കാണിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഉമ്മയും ഉപ്പയും തൃപ്തിപ്പെട്ട് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മതി നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ. ഇതുപോലെ തന്നെയാണ് സ്വന്തം മക്കളുടെ വിഷയത്തിൽ, സ്വന്തം ഇണകളുടെ വിഷയത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എത്ര ആളുകൾ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന, പടച്ചോൻ എൻ്റെ മക്കൾ എന്നെ പോറ്റണേ, അല്ലേ, വാർദ്ധക്യത്തിൽ തന്നെ ഒഴിവാക്കി വിടല്ലേ. നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മക്കളാകട്ടെ അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു കാര്യത്തിനപ്പുറത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ, നമ്മുടെ മക്കളിൽ നമുക്ക് കുടുംബമുണ്ടാകാൻ, മക്കൾക്ക് ഖൈറും ബർക്കത്തും ലഭിക്കാൻ, അല്ലേ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാനൊരു പെർഫെക്റ്റ് ഭർത്താവാണോ?
നമ്മളൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ട സ്വഭാവങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഭാര്യ നമുക്കൊരു നിധിയായി മാറുക. നിങ്ങൾ അയച്ചൊക്കെ പബ്ലിക്കിൽ നമ്മൾ ഒരുപാട് സ്ത്രീകളെ കാണുന്നു, വീഡിയോകളിൽ കാണുന്നു, നമ്മുടെ ഫോണുകളിൽ കാണുന്നു. ഇവരെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് താഴ്ത്തപ്പെടാൻ മാത്രം നമ്മുടെ ഇണ നമ്മുടെ മനസ്സിൽ കയറാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മറുപടി നമ്മളൊരു നല്ല ഭർത്താവാകാത്തതുകൊണ്ടാണ്. നല്ല ഭർത്താവ് നന്നായിട്ട് സ്നേഹിക്കും, നന്നായിട്ട് ലാളിക്കും, നന്നായിട്ട് അവരുടെ മനസ്സിനെ അറിഞ്ഞ് അവർക്ക് വേണ്ട സുഖവും അവർക്ക് വേണ്ട സന്തോഷവും എമ്പാടും കൊടുക്കും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും, അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും, അവരെ ദീനിയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കും. അവരുടെ നെഗറ്റീവുകൾ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തനിയെ ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ ഉപദേശിച്ച് നന്നാക്കും. പബ്ലിക്കിൽ വെച്ച് അവരെ ഉയർത്തുകയും അവരെ പ്രശംസിക്കുകയും അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, അവർ വസ്ത്രം അലക്കി കൊടുത്താൽ, അവർ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് വലിയൊരു സംഭവമായിട്ട് എടുത്തു പറഞ്ഞ് അവരെന്ത് ചെയ്യും? നന്നായിട്ട് സന്തോഷിപ്പിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നാം കാണുന്നൊരു സ്വഭാവമാണ്, വിശദമായി പറയുന്നില്ല. അപ്പം പലപ്പോഴും ഭാര്യ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഭർത്താവ് ചിന്തിക്കുന്നത്, ഇത്ര വലിയ ദുഃഖമുണ്ടായിരുന്നെങ്കിൽ എന്നോടൊന്ന് മനസ്സ് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു. തിരക്കൊണ്ട് തന്നെ കിട്ടിയിട്ടില്ലല്ലോ അവൾക്ക്. നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് പറയാനിരിക്കുമ്പോഴേക്ക് നമ്മൾ കേട്ടുകൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കേട്ടുകൊടുക്കാനും ദുഃഖങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെ പറ്റണം. എപ്പോഴും നമ്മൾ നമ്മുടെ അവകാശത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരിമാരോട് പറയുമ്പോൾ സഹോദരങ്ങൾ കേട്ടോ എന്ന് പറയും, സഹോദരന്മാരോട് പറയുമ്പോൾ ഭാര്യമാർ പറയും കേട്ടോളൂ ഇങ്ങളോടാണ് പറയണത് എന്ന് അവരും പറയും. നമ്മൾ രണ്ട് കൂട്ടരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഏറ്റവും ജീവനാണ്. അയാളുടെ ഒരുപാട് എൻഗേജ്മെൻറ്റ്സും ജോലിയും തിരക്കുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ഇടപെടാൻ പറ്റണം. അയാളുടെ വരുമാനം അറിഞ്ഞ് ചിലവാക്കാൻ പറ്റണം. അയാളുടെ ഇഷ്ടത്തിന് നബി പറഞ്ഞേ, നീ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ വിളിക്ക് ഉത്തരം കൊടുത്ത് പൊയ്ക്കൊള്ളണം. കാരണം അയാളുടെ വികാരമല്ല നമ്മുടെ വികാരം. ആസ് എ ലേഡി നമ്മുടെ വികാരത്തിന് വളരെ പരിമിതികളുണ്ട്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അടിക്കടി നമ്മളോട് സ്നേഹം പങ്കുവെക്കേണ്ടി വരും, അയാൾക്ക് കിട്ടേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അയാളുടെ ശാരീരിക മാനസിക സന്തോഷത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അയാളെ ബഹുമാനിക്കേണ്ടതുണ്ട്. അയാളോട് അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അയാളോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടിലും ബഹുമാനം ഒരിക്കലും നഷ്ടപ്പെടരുത്. അയാൾ ദീനിന് നിരക്കാത്തതല്ല, ദീനിന് എതിരാകാത്ത എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അനുസരിക്കണം നമ്മൾ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തറിഞ്ഞ് നല്ലൊരു ഇണകളായി ജീവിച്ചാൽ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിലെത്തിയാൽ മതിയാവും. അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിലും, മക്കളെ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേടുവരും എന്നുള്ള പേടി, കുട്ടികൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിട്ട് പലപ്പോഴും നമ്മൾ വരിഞ്ഞു മുറുക്കുകയാണ് കുട്ടികളെ, അല്ലേ? കുട്ടികൾ ഉമ്മയും ഉപ്പയും നമ്മളെ കൂടുതൽ കെയർ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ അവരെ കൂടുതൽ പ്രയാസപ്പെടുത്താൻ വേണ്ടി കുട്ടികൾ പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെ ആകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അവരൊരിക്കലും പ്രയാസപ്പെടുത്തിയിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും അവരെ ഒരിക്കലും നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ടും അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും അവരുടെ കണ്ണു മറച്ചിട്ടും ഒന്നും ചെയ്താൽ നമ്മൾ വിജയിക്കുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല സന്താനങ്ങളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. പാരൻസും അതുപോലെ തന്നെ നമ്മുടെ മക്കളാണ്, നമ്മുടെ സ്വന്തം മക്കളാണ്, നമ്മുടെ ബീജത്തിൽ പറഞ്ഞ മക്കളാണ്. നമ്മൾ ഉറക്കമൊഴിച്ച് നമ്മൾ ഒരുപാട് ക്യൂ നിന്ന് കാലുകൾ കുഴഞ്ഞുപോയി നമ്മുടെ സമ്പത്ത് മുടക്കി നമ്മൾ പോറ്റി വളർത്തുന്ന മക്കളാണ്. ആ മക്കളെ നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഒരു മോശപ്പെട്ട ഇടപെടൽ കൊണ്ട്, നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് നമുക്ക് മക്കൾ നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. എല്ലാറ്റിനും കൂടെ നടത്തി അവർക്ക് ദീനിയായി ജീവിക്കാൻ പറ്റിയ നല്ലൊരു കുടുംബത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി, കുടുംബത്തിൽ എല്ലാവർക്കും നിസ്കരിക്കാനൊരു പള്ളിയും എപ്പോഴും പ്ലേ ചെയ്ത് വെക്കുന്നൊരു പീസ് റേഡിയോയും അങ്ങനത്തെ ഒരു ചുറ്റുപാടുകളെല്ലാം ഉണ്ടാക്കി നമ്മൾ തന്നെ അവർക്ക് നല്ലൊരു മാതൃകയാകും വിധത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സത്യം മാത്രം പറഞ്ഞ് ഒരു മാതൃകയാകുന്ന കോലത്തിൽ നമ്മുടെ മുഖവും നമ്മുടെ വസ്ത്രവും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ചാറ്റിങ്ങും, നമ്മുടെ ഫോണാണ് അവർ ഉപയോഗിക്കുക, അപ്പം നമ്മുടെ ചാറ്റിങ്ങുകളും നമ്മുടെ കാഴ്ചകളും ഇതൊക്കെ നമ്മൾ നന്നാക്കി അവരെ കൂടെ കൊണ്ട് നടക്കുക, അവരെ ലാളിക്കുക, അവരെ സ്നേഹിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിഞ്ചു പൈതങ്ങളോട് എത്ര സ്നേഹത്തോടെ പെരുമാറിയത്. പക്ഷെ നമ്മൾ ഗൗരവത്തോടെ ശാസിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടുമാണ് വളരെ ചെറിയ കുട്ടികൾ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളോട് വരെ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ വിഷയം നമ്മുടെ സ്വന്തം മക്കളാണെന്ന് മനസ്സിലാക്കി
അല്ലെ? മറ്റൊരുത്തൻ്റെ മറ്റ് അയൽപ്പക്കത്തൊരു കുട്ടി വന്നിട്ടൊരു ഗ്ലാസ് തള്ളിയിട്ട് അത് സാരല്ല, നമുക്ക് വാങ്ങാറിയും. നമ്മളെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് വീണാലോ. പിന്നെ അവിടെ ബദ്രോഹുദും ഹന്തക്കും എല്ലാം ഒരുമിച്ച് നടക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളാണെന്ന് മനസ്സിലാക്കി അവരുടെ ഗുണത്തെ, അല്ലെ, അവർ കുറേ ഗുണമുണ്ട്. 10 മാർക്ക് 20 മാർക്കിൽ 5 മാർക്ക് കിട്ടിയല്ലോ 5 മാർക്ക്, അതിനൊരു വില നമ്മൾ കൊടുക്കണം. മനസ്സിലായി? കുട്ടികൾ നേടിയതിന് വില കൊടുത്ത് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകി അവരെ സ്നേഹിച്ചും ലാളിച്ചും എത്ര വലുതായാലും സ്നേഹിച്ച് ലാളിച്ചു കൊണ്ട് നടന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടോ അടിച്ചിട്ടോ അല്ല, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? കുട്ടികൾക്ക് പറ്റിയ ക്ലാസ്സുകളും കാര്യങ്ങളും പ്രസംഗങ്ങളും സിയാറികളും ഒക്കെ കേൾപ്പിച്ച് കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുക. അന്ന് പ്രോഫ്കോൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ അവിടെ കൊടുത്തതെന്ന് ചോദിക്കും പാരൻസ് അത്ഭുതത്തോടെ. അവിടെ നമ്മൾ ദീന് പറഞ്ഞു കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് നമ്മൾ പിന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവരുടെ സപ്പോർട്ടോടു കൂടെ തന്നെ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് നമസ്കരിച്ചും ഒരുമിച്ച് യാത്രകൾ പോയും അല്ലെ കുടുംബങ്ങൾ സന്ദർശിച്ചും ഒക്കെ നല്ലൊരു ചിട്ടയിലൂടെ കുട്ടികളെങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു കുറച്ചൊരു സമയം നമ്മൾ എടുത്തുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ ഇരിക്കാനും കുട്ടികളോടൊപ്പം ഒന്ന് കളിക്കാനും അവരോടൊക്കെ ഒന്ന് കുശലം പറയാനും അതിനൊക്കെ ഒരു പറ്റിയ പണിയും ജോലിയൊക്കെ മതി നമുക്കത് മനസ്സിലാക്കി ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അവസാനം നമ്മുടെ കുടുംബത്തിലെ പ്രായം ചെന്ന ആളുകൾ അവർക്ക് നൽകേണ്ട ആദരവും സ്ഥാനവും നമ്മൾ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു വിളക്കുമാടമാണ്. ആ വിളക്കുകൾ അണഞ്ഞു പോകുമ്പോഴാണ് വീട്ടിൻ്റെ കോലായിലുള്ള ഉപ്പ അല്ലെങ്കിൽ ഉമ്മ പൊലിഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടും അവർക്ക് തിന്നാൻ കൊടുത്തിട്ടും അവരെ പരിചരിച്ചിട്ടും അവരോട് നല്ല വർത്തമാനം പറഞ്ഞിട്ടും ശീലിപ്പിക്കാനുള്ളൊരു പണി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രായം ചൊല്ലും തോറും അവർ നമ്മുടെ കീഴിൽ സന്തോഷിതരായി ജീവിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തിയും ആസ്വാദനവും കിട്ടുക. എപ്പോൾ നെഗറ്റീവ് ചിന്ത പിശാചി മനസ്സിലിട്ട് തരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്തരം സുഹൃത്തുക്കൾ നമുക്ക് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം പാരത്രിക ലക്ഷ്യം കൂടെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകാം. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്, രോഗമില്ല, ഭീതിയില്ല, ഭയങ്ങളില്ല, ആരും പുറത്താക്കാൻ പോണില്ല, ആരും അനീതി വിധിക്കുന്നില്ല, അല്ലെ, ആരും കൊല ചെയ്യുന്നില്ല, കയ്യേറ്റം നടത്തുന്നില്ല, സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മരണം പോലുമില്ലാത്ത ലോകം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ആ നിലക്ക് ഈ ലോകത്തും പരലോകത്തും സംതൃപ്തകരമായ ജീവിതം നയിക്കാൻ ദീന് കൊണ്ട് നമുക്ക് സാധിക്കും. ആ ഒരു പരിശ്രമമാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ജീവിത തിരക്കുകൾ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കാതിരിക്കുക, പഠിക്കാനും അറിയാനുമൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖുമാറാവട്ടെ. നല്ലൊരു സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷം ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖുമാറാവട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളിൽ നിന്നും എന്നേക്കുമായി വിട പറയാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا.